ഹായ് കൂട്ടുകാരെ, കണ്ടില്ലേ എൻ്റെ സൂപ്പർ ടേസ്റ്റി കുഞ്ഞിപ്പത്തിൽ? ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് വീഡിയോയിലേക്ക് പോകട്ടോ. ഇപ്പം എല്ലാവരുടെ ഫ്രിഡ്ജിലും ബീഫൊക്കെ ഉണ്ടാവുമല്ലോ. ഇത് ബീഫ് കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയത്. സൂപ്പർ ടേസ്റ്റി. കുട്ടികളുടെ വീട്ടിലൊക്കെ അതങ്ങ് ഉണ്ടാക്കിയാലുണ്ടല്ലോ, പാത്രം കാലിയാവുന്ന അറിയില്ല. എന്നാൽ വരി നമുക്ക് ഒന്ന് വീഡിയോയിലോട്ട് പോവാലോ, അത് എങ്ങനെയാണ് ഉണ്ടാക്കിയെന്നൊക്കെ അറിയാൻ. അപ്പോൾ കുഞ്ഞിപ്പത്തിൽ കണ്ടല്ലോ. ഇനി നമുക്ക് കുഞ്ഞിപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അരിപ്പൊടി. നമ്മൾ പത്തിരിപ്പൊടി ഇല്ലേ, പത്തിരി നൈസ് പത്തിരിക്കുള്ളത്, ആ പത്തിരിപ്പൊടി ഞാൻ എടുത്തത്. അല്ലാണ്ട് ഇത് ഉണ്ടാക്കും കേട്ടോ. നമ്മളെ ഷാപ്പിൽ നിന്നൊക്കെ വാങ്ങുന്ന, റേഷൻ കടയിൽ നിന്ന് വാങ്ങുന്ന പുഴുങ്ങലരി ഇല്ല, ചോറ് വെക്കുന്ന അരി, അതുകൊണ്ടാണ് ഒന്നും കൂടെ ടേസ്റ്റ്. അത് നമ്മൾ ഗ്രൈൻഡറിൽ അരച്ചിട്ടോ അല്ലെങ്കിൽ അത് കഴുകിക്കൊണ്ട് മില്ലിൽ പോയി പൊടിപ്പിച്ചിട്ടോ ഒക്കെ എടുത്ത് ആ പൊടി കൊണ്ടും ഉണ്ടാക്കുമോ, ഇതുകൊണ്ടും ഉണ്ടാക്കൂ. ഇത് പത്തിരിപ്പൊടി, ഞാൻ വറുത്ത് വെച്ച പത്തിരിപ്പൊടിയാട്ടോ ഇതുകൊണ്ടാണെങ്കിൽ നല്ല ഫിറ്റ്, നല്ല ഇതിൽ നിൽക്കും, നല്ല ഭംഗിയിൽ നിൽക്കും. മറ്റേ നമ്മൾ തുണിയിലൊക്കെ ഒഴിച്ച് അരച്ച് തുണിയിലേക്ക് അരി മുറുക്കിയെടുത്ത് അങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കുന്നത്. ഞാൻ കൂടുതൽ അങ്ങനെയാണ് ഉണ്ടാക്കൽ. ഇന്നിപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് അരിപ്പൊടിയിലാണ്. ഞാൻ 2 ഗ്ലാസ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ഉപ്പിടട്ടെ. ഉപ്പൊക്കെ തുടക്കത്തിൽ തന്നെ അങ്ങ് ഇട്ടാൽ മറന്നു പോകൂല. എന്നോട് ഭയങ്കര മറുതിൻ്റെ ആളാണ്. പിന്നെ നമ്മൾ വായിൽ വെച്ച് നോക്കണം, ഉപ്പിട്ടോ ഇല്ലേന്നൊക്കെ ഒരു സംശയമൊക്കെ വരും. ഉപ്പൊക്കെ പിന്നെ നമുക്ക് ഇതിൽ ആവശ്യത്തിന് എല്ലാവർക്കും അറിയാമല്ലോ, ഉപ്പിൻ്റെയൊക്കെ അളവ്. ഇനി ഇതിൽ പിന്നെ നമ്മൾ പത്തിരി ചുടുന്നത് വെള്ളം അടുപ്പത്ത് വെച്ച് തിളച്ച് ഉപ്പിട്ടൊക്കെ തിളച്ച് കഴിഞ്ഞാൽ ആ പൊടി അതിലേക്കല്ലേ ഇടല്, തിളക്കുന്ന പാത്രത്തിലേക്ക്. ഇതങ്ങനെയല്ല, തിളച്ച വെള്ളം ഇതിലേക്ക് ഒഴിക്കുക. ഇപ്പം ഞാൻ തിളപ്പിച്ചത് കെറ്റില്ല, ഞാനെല്ലാം തിളപ്പിക്കുന്നതൊക്കെ കെറ്റില്ല കേട്ടോ. ഞാൻ അങ്ങനെ അതിനൊരളവൊന്നുമില്ല. എത്ര അളവ് എന്ന് ചോദിച്ചാൽ അതിനൊന്നുമില്ല. ഒന്ന് മുറുകുന്ന വരെ അങ്ങോട്ട്. പിന്നെ ഇടിയപ്പമൊക്കെ ഉണ്ടാക്കുന്ന നൂൽപുട്ട്, അട, കൊമ്പനട ഒക്കെ ഉണ്ടാക്കൂലേ, നൂൽപുട്ട്, പിന്നെ ആ ഒരു പാകം. ഇനി അത് അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഇതൊരു വിധം എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. ഈ അരിപ്പൊടിയിൽ എങ്ങനെയാണ് വെള്ളം ഒഴിക്കേണ്ടത്, എപ്പം എന്നൊക്കെ ഉള്ളത്, എത്ര ഒഴിക്കണം എന്നൊക്കെ ഉള്ളത്. അതിനൊരു പ്രത്യേക കണക്കൊന്നുമില്ല. ഇത് മുറുകി നല്ല ഫിറ്റാണെങ്കിൽ കുറച്ചുകൂടി ഒഴിക്കൂ, അങ്ങനെയാ. ലൂസാണെങ്കിൽ കുറച്ച് പൊടി ഇടേണ്ടി വരൂ, അങ്ങനെയൊക്കെയാ. ഞാൻ അത് കുഴച്ചെടുക്കട്ടെ കേട്ടോ. അങ്ങനെ നന്നായിട്ട് കുഴച്ചെടുത്തു, അടിപൊളിയായിട്ട് കുഴച്ചു. കണ്ടില്ലേ? ഞാൻ കുഞ്ഞിപ്പത്തിൽ ഇങ്ങനെ മെല്ലെ മെല്ലെ ഉരുട്ടാൻ പോവുക കേട്ടോ. നമുക്ക് വേഗം കൈമത് ഇങ്ങനെ വീണ് കിട്ടണമെങ്കിൽ കുറച്ച് എണ്ണ കൈമൽ പരട്ടണം. ഞാൻ എണ്ണ ഇവിടെ റെഡിയാക്കി കഴിഞ്ഞു. പിന്നെ ആവുന്നത് ഇങ്ങനെ അപ്പച്ചമ്പിൽ ആവിയിലാണല്ലോ ഇത് വേവിക്കുക. അപ്പോൾ അപ്പച്ചമ്പ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ തുടങ്ങട്ടെ. ബിസ്മില്ലില്ലെങ്കിൽ തുടങ്ങുക. ഇതിനെങ്ങനെയെന്നറിയോ, പിന്നെ ആൾ വേണം ഇതിനൊക്കെ. ഇതാദ്യം തന്നെ ഇങ്ങനെ അങ്ങ് നീട്ടിയായിട്ട് ഇങ്ങനെ അങ്ങ് പരത്തിയിടുക. ഇങ്ങനെ ഉരുട്ടുക, നീളത്തിൽ ഇങ്ങനെ ആക്കി കഴിഞ്ഞിട്ട്. നല്ല കലാപരമായിട്ട് ഉണ്ടാക്കുന്നവരൊക്കെ ഉണ്ട്. ഞാൻ പിന്നെ അങ്ങനത്തെ കലയൊന്നുമില്ല, തിന്നാൻ രസം ഉണ്ടാവും. നമുക്കിപ്പോൾ നോക്കിയാൽ പോരെ. ഇങ്ങനെ ഉരുട്ടുക, ഇങ്ങനെ അങ്ങ് ഇടുക. ഇത് അരിപ്പൊടിയായാൽ നല്ല ഏടി ഒട്ടൂര, അങ്ങനെ ഒരു സുഖമുണ്ട്. ഇങ്ങനെ അങ്ങ് ഇട്ട് പ്ലേറ്റ് നിറക്കുക. ഭയങ്കര സ്പീഡിൽ പണിയെടുക്കുന്നവരൊക്കെ ഉണ്ട് ഇവിടെ ഈ ഭാഗത്തൊക്കെ. ഞാൻ കോഴിക്കോടുള്ള ആളാണ്. എനിക്ക് ഈ കുഞ്ഞിപ്പത്തിലൊന്നും അറിയില്ല കേട്ടോ. ഞാൻ ഈ കുഞ്ഞിപ്പത്തിൽ കേട്ടിട്ടുമില്ല. ഞാൻ ഇവിടെ വരുന്നത്, ഞങ്ങൾക്ക് ആകെ അറിയുന്നത് പത്തിരി, ഓട്ടട, പുട്ട്, വെള്ളപ്പം, അതിൻ്റെ അപ്പുറം ഒന്നും പോയിട്ടില്ല. നൂൽപുട്ടു. ഇവിടെ വന്ന് നോക്കുമ്പോൾ ചായക്ക് കടി എന്തെല്ലാം സംഭവങ്ങളാണ്. അതോ ഭയങ്കര ടേസ്റ്റിലും. ഇതൊക്കെ കുറച്ചിങ്ങനെ റിസ്ക് ഉണ്ടെങ്കിലും ഇത് തീറ്റ എന്താ സൂപ്പർ, മടുക്കൂര. ഞാൻ ഉണ്ടാക്കട്ടെ കേട്ടോ. ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കട്ടെ. ഈ പാകത്തിന് ഇങ്ങോട്ട് നിറയണത് മൊത്തം ഇങ്ങനെ ആക്കണം. ആണ്ട് സുഖ. കുഞ്ഞു മക്കൾ ഇതിൽ കൂട്ടുക. കൈയെല്ലാം കഴുകി തുടച്ച് മിനിക്കാൻ എണ്ണ കയ്യിൽ പരത്തി കൊടുത്ത് ഇങ്ങനെ ഉണ്ടാക്കൂ. ഓലൊക്കെ പ്രാക്ടീസ് ആവണമല്ലോ, എന്നെ പോലെ ആയിപ്പോണ്ട.
കോഴിക്കോടുകാർക്ക് ഒന്നും അറിഞ്ഞൂടായിരുന്നു. എല്ലാവരെയും ഒന്നും കുറ്റം പറയില്ലേ, കോഴിക്കോടുകാർ അറിയുന്നവർ എത്രയോ ആളുണ്ട് ഞങ്ങളെ ഭാഗം. അതേ ഞാൻ പറഞ്ഞുള്ളേ. ഇനി തുടങ്ങട്ടെ. അങ്ങനെ കുറച്ചായി. ഇതാ ഇത് നിങ്ങൾ വിചാരിക്കും എന്താ അതിന് ഈ കളറ്, നല്ല വെള്ള കളറില്ലല്ലോ, അതിന് കുറച്ച് കുത്തരിൻ്റെ പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഇതിൻ്റെ കളർ ഇങ്ങനെ വന്നത്, ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് പത്തിരിപ്പൊടി എന്ന് ഞാൻ പറഞ്ഞല്ലോ, അതുകൊണ്ട് നമുക്ക് സുഖമാണ്, തമ്മിൽ ഒട്ടിയൊന്നുമില്ല. ഇനി ആവുന്നത് ഞാൻ കൊണ്ടുപോയിട്ടെ കേട്ടോ. ഞാൻ ഇത് പരത്തുമ്പോൾ തന്നെ ഞാൻ അപ്പച്ചമ്പ് അടുപ്പത്ത് വെച്ചിരുന്നു. ഇതാ തിളച്ചു. ഇങ്ങനെ അങ്ങ് ഇല്ല വേവട്ടെ. ഒക്കെ തുടച്ച് മിനിക്കതാ, ഒന്നും കുഴപ്പമില്ല. ഇനി ഇത് ആകുമ്പത്തിനേക്ക് നമുക്ക് ബാക്കിയുള്ളതും കൂടെ പരത്തട്ടെ. ഇങ്ങനെ ആളുടെ സുഖം ഇങ്ങനെ. പിന്നെ ഇപ്പോൾ സ്കൂൾ തുറന്ന ടൈമാണല്ലോ. ഇപ്പം കുട്ടികൾ രാവിലെ കുട്ടികളെ തീറ്റിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട്. ഞാൻ ആ സ്റ്റേജൊക്കെ കഴിഞ്ഞ് വന്ന ആളാണല്ലോ. രാവിലെ മദ്രസ പോകണോ, സ്കൂളിൽ പോകണോ, എഴുന്നേക്കൂര, തീറ്റ ഭയങ്കര പാട്. അങ്ങനെയുള്ള മക്കൾക്ക് ഇതിങ്ങൾ ഉണ്ടാക്കി കൊടുക്കി വിളമ്പി കൊടുത്തേ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുള്ളൂ. പെട്ടെന്ന് കാലിയാക്കും. ഇത്രയും ടേസ്റ്റാണ്, സോഫ്റ്റുമാണ് സംഭവം, നല്ല സോഫ്റ്റുമാണ്. ഇപ്പം പെരുന്നാൾ കഴിഞ്ഞ് ഒലിയത്ത് ഇറച്ചി കിട്ടി ഇഷ്ടം പോലെ ഫ്രിഡ്ജിലുണ്ടാവുമല്ലോ, ഒരുവിധ ആൾക്കാരൊക്കെ ഫ്രിഡ്ജിലുണ്ടാവും. അപ്പോൾ ബിരിയാണി വെച്ചും അതും ഇതും വരട്ടിയും ഒക്കെ എല്ലാ സൈസും നോക്കിയിട്ടുണ്ടാവും. അപ്പോൾ ഇനി ഇതൊന്നും ചെയ്ത് നോക്കിയണ്ട്, നാളെ തന്നെ ഇത് നോക്കി ഇതേപോലെ അരിപ്പൊടി ഇല്ലാത്ത വീട് കാണുന്നും ഉണ്ടാവില്ല, അടിപൊളിയായിരിക്കും. നമുക്ക് ഈ ഉദയത്തിൻ്റെ ഇറച്ചി കിട്ടിയ സമയം എല്ലാ ആഗ്രഹങ്ങളും തീർക്കണം. കുഞ്ഞിപ്പത്തിൽ, കോഴിയട, അങ്ങനത്തെ ഓരോന്നില്ല, സമൂസ, ചിക്കൻ റോള്, അതൊക്കെ ഉണ്ടാക്കി വെക്കാം. ഐറ്റംസ് മാറ്റിയാലേ മക്കൾക്ക് സ്കൂൾ വിട്ട് വരുമ്പോഴും സ്കൂൾ പോകുമ്പോൾ ഒക്കെ. ഞാൻ പരത്തി ചെയ്യട്ടെ, എല്ലാം തീർക്കട്ടെ. രണ്ടാമത്തെ ട്രിപ്പും ഉണ്ടാക്കി കഴിഞ്ഞു. നിങ്ങൾ വിചാരിക്കും ഒന്നുണ്ടാക്കി കഴിഞ്ഞിട്ട് രണ്ടാമത് ഞാൻ പെട്ടെന്ന് കൊണ്ടുപോയിരുന്നു. നിങ്ങൾ കാണുമ്പോൾ കുറച്ച് സമയമൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. എൻ്റെ ആദ്യത്തെ ഒക്കെ ഒരു വിധമായിട്ടുണ്ടാവും, ആദ്യം ഇട്ടതേ. മെല്ലെ ആളധികം ഉണ്ടെങ്കിൽ കൂടുതൽ പൊടിയെടുക്കുക, ആൾ കുറവാണെങ്കിൽ കുറച്ച്. ഇത് നമ്മൾ കൂടുതൽ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ആവിക്ക് വെച്ച ബാക്കി നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. പിന്നെ നമ്മൾ ബീഫൊക്കെ കറിയൊക്കെ ഉണ്ടാവുമ്പോൾ അങ്ങ് കൂട്ടി ശരിയാക്കിയാൽ മതി. ഇതിപ്പോൾ ആവിക്ക് വെച്ച് വെന്ത് ഫ്രിഡ്ജിൽ വെച്ചാൽ ഒന്നും ആവില്ല. ആവശ്യം വരുമ്പോൾ അങ്ങനെ കുട്ടികൾ സ്കൂൾ മുട്ടി വരുമ്പോൾ കുറച്ച് ഇങ്ങോട്ട് എടുക്കുക, തേങ്ങ കറി ഒഴിക്കുക, അങ്ങനെ വറവിടുക, നല്ല ടേസ്റ്റാണ്. ഇനിയിപ്പോൾ ഇത് വേവാനിപ്പോൾ അരമണിക്കൂറൊക്കെ സമയം എടുക്കും. നമ്മൾ നൂൽപുട്ടിൻ്റെയൊക്കെ വേവില്ലേ, അതന്നെയാണ് ഇതിനും. അപ്പോൾ അത് വേകുമ്പത്തിനേക്ക് നമുക്ക് ഇതിലേക്കുള്ള ബീഫ് കറി റെഡിയാക്കണം. അതിൻ്റെ ഇത് വേകുമ്പത്തിനേക്ക് കുക്കറിൽ ഞാൻ ബീഫ് കറി ആക്കിയാൽ ഒരേപോലെ പെട്ടെന്നാവും. ഇനി റെഡിയാക്കട്ടെ. ഇനി നമുക്ക് അതാവുമ്പോഴേക്ക് നമുക്ക് കറി ഉണ്ടാക്കണം, ബീഫ് കറി. അത് കുക്കറിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അങ്ങനെ ബീഫ് ഞാൻ കഴുകി എടുത്ത് ഇവിടെ വെച്ചു. ഉള്ളി, പച്ചമുളക്, തക്കാളി, വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില, ഇത്രയും സാധനമെല്ലാം ചെറുതാക്കി അരിഞ്ഞ് ഉപ്പ്, മുളക്, മഞ്ഞൾ പിന്നെ ഇടുമല്ലോ. പിന്നെ നമുക്ക് കൂടുതൽ ബീഫ് ഇടുകയാണെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റാണ്. പക്ഷേ എനിക്ക് അതിൻ്റെ ചുവ കിട്ടിയാൽ മതി, കഷ്ണം വേണമെന്നൊന്നുമില്ല, തിന്നാൻ താല്പര്യമല്ല. അപ്പോൾ അതിൻ്റെ ചുവ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അത്രേ ഇടുന്നുള്ളൂ. കൂടുതൽ തിന്നാൻ കഴിയുന്നവരാണെങ്കിൽ ഇട്ടാലും ഒന്നും കൂടി നല്ല ടേസ്റ്റാണ് കേട്ടോ. എന്നാൽ ഞാൻ ഒക്കെ ഒന്ന് കുക്കറിലിടട്ടെ. ഇനി കുക്കറിലിടട്ടെ എല്ലാം കേട്ടോ. ആദ്യം ബീഫ് ഇട്ടു. പിന്നെ എനിക്ക് ഫസ്റ്റിൽ ഉപ്പിടണം, മറന്നെങ്ങാനും പോയാലേ അതങ്ങ് ഇട്ടുവെച്ചാൽ പിന്നെ ബാക്കിയല്ലോ. ഉപ്പിട്ട്, ഉപ്പ്, മുളക്, അധികം എരിവ് പറ്റൂല, ഇതിന് ടേസ്റ്റ് പോയി പോകും. എരിവുള്ളവർക്കാണെങ്കിൽ കൂടുതൽ കേട്ടോ, ഒക്കെ ഓപ്ഷനലാണ്. മഞ്ഞൾപ്പൊടി, വെളുത്തുള്ളി, ഇഞ്ചി ചതക്കിയത്, ഉള്ളി, തക്കാളി, പച്ചമുളക്, കറിവേപ്പില. പിന്നെ ഇവിടെ കുരുമുളക് പൊടി ഇവിടെ നിർബന്ധമാണ്. അതിനെ കഴുകി ഉണക്കി പൊടിച്ച് വെച്ചതാ.
അതും കുറച്ചിടാം. മല്ലിപ്പൊടി ഇടുന്നുണ്ട്. ഇവിടെ അധികം മല്ലിപ്പൊടി ആർക്കും പറ്റൂല. മല്ലിപ്പൊടി ഇരിക്കേ പറ്റുള്ളൂ. ഞങ്ങളെ നാട്ടിലൊക്കെ ബീഫ് കറി ഉണ്ടാക്കുക മല്ലിപ്പൊടി ഇടും. ഇവിടെ ഇടൂല കേട്ടോ. ഇവിടെ ഒന്നും ഇടൂല. എല്ലാം ഒന്ന് മിക്സാക്കി നല്ല സ്മെല്ല് മണക്കുന്നുണ്ട് ഇപ്പം തന്നെ. ഇനി വെളിച്ചെണ്ണ ഒഴിക്കട്ടെ. വെളിച്ചെണ്ണ ഞാൻ ആട്ടിച്ച് കൊണ്ടുവന്ന അതുകൊണ്ടുള്ള അതിൻ്റെ മണമൊന്നും പറയണ്ട. കുടിക്കാൻ തോന്നും, അത്രയും നല്ല ടേസ്റ്റ് മണം. അങ്ങനെ എല്ലാം ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ചങ്ങ് വേവിക്കട്ടെ. കുക്കറിൽ വെച്ചാൽ ഗുണം എന്താ അറിയോ? ഇറച്ചി നല്ലോണം ഇങ്ങോട്ട് വേവും. നമുക്കിതിൽ നല്ലോണം വേവണം. പല്ലില്ലാത്തവർക്കൊക്കെ തിന്നാം, കുട്ടിയൊക്കെ തിന്നാം. വെള്ളം ഒഴിച്ച് ഞാൻ അടുപ്പത്ത് വെക്കട്ടെ കേട്ടോ. അടുപ്പത്ത് വെച്ച് ഈ കുക്കറിൻ്റെ മൂടി എടുക്കട്ടെ. 2-3 കുക്കർ ഉണ്ടാകുമ്പോൾ മൂടി മാറിപ്പോവുക. അങ്ങനെയൊക്കെ കണ്ട അങ്ങനത്തെ പ്രശ്നങ്ങൾ. അപ്പോൾ അതിൻ്റെ മൂടി തന്നെ വേണമല്ലോ. ഇനി ഇതാവുമ്പോഴേക്കും ഇതും റെഡിയാവും. അപ്പം ഇതെല്ലാം രണ്ടും കൂടി റെഡിയായി കഴിഞ്ഞാൽ അടുത്തത് നമുക്ക് തേങ്ങ നന്നായിട്ട് അരച്ച്, തേങ്ങയും കൂടി വേണതിന്. ഞാൻ തേങ്ങ അരക്കാൻ നോക്കട്ടെ കേട്ടോ. തേങ്ങ ചിരണ്ടി കഴിയാനായി. തേങ്ങ ചിലർക്ക് കൂടുതൽ വേണോ, എനിക്ക് കൂടുതലാണ് ഇഷ്ടം. പക്ഷെ ഇവിടെ കുറച്ച് വേണ്ടു. അതുകൊണ്ട് പിന്നെ ഞാൻ നിർത്താൻ പോകുക. ഞാൻ കുറച്ചും കൂടെ തേങ്ങ കുണ്ടച്ചിരുന്നു. പിന്നെ എന്ത് മതി വെച്ച് കഴിഞ്ഞു. ഇത്ര മതി. ഞാൻ തേങ്ങ അരക്കാൻ പോവുക കേട്ടോ. മിക്സിയിലാണ് അരക്കുന്നത്. ജീരകം ഇട്ട്, വലിയ ജീരകം, പെരുംജീരകം അതിട്ട്, ഉള്ളി ഇട്ട്, ചെറിയുള്ളി ഞാൻ അരച്ചെടുക്കട്ടെ. നന്നായിട്ട് അരയണം. ആവശ്യത്തിന് വെള്ളം കുറച്ച് ഒഴിച്ചിട്ട് അരച്ചുകൊണ്ടരട്ടെ. അപ്പം എല്ലാം വെന്ത് കഴിഞ്ഞു. ഇനി നമുക്ക് തേങ്ങ അരച്ചും കഴിഞ്ഞു. തേങ്ങ മിക്സിയിൽ അരച്ച് വെച്ചു. ഇനി ചെറിയുള്ളിയിലാണ് വറവിടുന്നത്. അപ്പം ചെറിയുള്ളി ഉള്ളി അരിയുമ്പോൾ ഉണ്ടല്ലോ എനിക്ക് അങ്ങോട്ട് നോക്കിക്കൂടാ. എൻ്റെ കണ്ണ് ഭയങ്കര പ്രശ്നം. എല്ലാവർക്കും ഉള്ള പ്രശ്നം തന്നെയാണ്. നല്ലോണം ചെറിയുള്ളി കൊണ്ട് അങ്ങ് വറവിട്ടാലേ, കറിവേപ്പിലിട്ട് വറവിട്ടാൽ ഭയങ്കര രസമാണ്. അല്ലാതെ തന്നെ മൊത്തത്തിൽ ടേസ്റ്റാണ്. പിന്നെ എൻ്റെ വീഡിയോ എപ്പോഴും കാണുന്ന ഒരാളുണ്ട്, മാമി എൻ്റെ പേര് പറയണമെന്നൊക്കെ പറഞ്ഞിരുന്നു. എന്നോട് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ വിട്ടുമോളെ. അതുകൊണ്ട് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ മാമീനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം താങ്ക്സ്. എൻ്റെ വീഡിയോ എന്നും ഫുള്ളായിട്ട് കാണുന്നുണ്ടല്ലോ, സ്കിപ്പ് ചെയ്യാണ്ട് കാണുന്നുണ്ടെന്ന് എന്നോട് പറഞ്ഞത്. ഇന്നത്തെ വീഡിയോ ഇന്നലത്തെ വീഡിയോ കണ്ടില്ലല്ലോ, ദേഷ്യം പിടിച്ചോ? അതിൽ കമൻ്റൊന്നും കണ്ടില്ല. മറ്റുള്ളവരും ചോദിക്കുന്ന കേട്ടത് മാമിൻ്റെ പേര് പറയാണ്ടിരുന്നു എന്നുള്ളത്. ഇന്ന് മാമിൻ്റെ പേര് പറഞ്ഞു. ഞാൻ വറവിടട്ടെ. ഇന്നലെ ഞാനൊരു ഷോർട്ട് ഇട്ടിരുന്നു കേട്ടോ. ബയോബിൻ്റെ ഇങ്ങനെ 3 ബക്കറ്റ് ഇങ്ങനെ അടുക്കി വെച്ചിട്ട് എല്ലാ വേസ്റ്റും, അടുക്കള വേസ്റ്റ്, ഭക്ഷണത്തിൻ്റെ എല്ലാ വേസ്റ്റും ഇട്ട് കഴിഞ്ഞിട്ട് ഇനോക്കുലം ഇട്ട്, പിന്നെ വേറെ നാളത്തെ ദിവസം വേറെ ഇടുക, പിന്നെ അതിൻ്റെ മേലെ ഇനോക്കുലം ഇടുക, അങ്ങനെ ഇട്ട് നിറച്ച് നല്ല സൂപ്പർ വളമാവും എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടിരുന്നല്ലോ. അപ്പോൾ എല്ലാവരും എന്നോട് ലിങ്ക് ചോദിച്ചു, എത്ര രൂപയാണ് ലിങ്ക് ചോദിച്ചു. ലിങ്ക് ഞാൻ അതിൽ ടാഗ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇന്നാണ് ടാഗ് ചെയ്ത് വെച്ചത്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത്. കാണുമ്പോൾ അത് നല്ല ഉപകാരം. പിന്നെ സത്യസന്ധമായിട്ട് നിങ്ങൾ അത് വളമായിട്ട് കാണിക്കണേന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ കാണിച്ചിരിക്കും. ഞാനും ആവേശത്തിലാണ് എന്താവും എന്നുള്ളത് അറിയാൻ. 2 ദിവസമായിട്ട് ഞാൻ അതിൽ ഇട്ട് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ വറവിടാൻ പോവുകയാണ്. പാത്രം അടുപ്പത്ത് വെച്ചു, വെളിച്ചെണ്ണ ഒഴിച്ച്, കുറച്ച് മതി വെളിച്ചെണ്ണ. പിന്നെ ധൈര്യമായിട്ട് ഒഴിക്കുക, ഞാൻ തന്നെ ആട്ടിച്ചത് കൊണ്ട്. ചൂടായി ചെറിയുള്ളി ഇട്ട് ഒന്ന് കളറ് വെച്ചിട്ട് നമുക്ക് കറിവേപ്പിലാണ്. അങ്ങനെ ഉള്ളി ഗോൾഡൻ കളറായി വന്ന് കുറച്ച് കൂടി വെള്ളം ഒഴിച്ചാട്ടെ, ഒന്ന് റെഡിയാക്കുക.
നമ്മൾ ഇതിലേക്കില്ലേ, ഈ ഒരു സംഭവത്തിലേക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ഇടും കേട്ടോ. ഒരു മഞ്ഞ കളർ വരാൻ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അധികമൊന്നും വേണ്ട, ഇത്തിരി ഉപ്പും, ഇതിനൊരു രസം കിട്ടാൻ. തിളച്ച് വരുമ്പോൾ നമ്മൾ ഇറച്ചിയും ഇത് ഒഴിച്ചു എല്ലാം കൂടി ആവുമ്പോൾ അടിപൊളിയാ. ഇതാ നമ്മളത് ഇതാ ആവിക്ക് വെന്ത് കഴിഞ്ഞു. മേലായി ഇത് ഇടുമ്പോൾ നല്ല ശ്രദ്ധിക്കണം, ഒക്കെ തീർച്ചാലേ മുഖത്തേക്കായിരിക്കും വരിക. അങ്ങനെ നമ്മുടെ കുഞ്ഞിപ്പത്തിൽ ഇവിടെ റെഡിയായി കഴിഞ്ഞു. നല്ല സ്മെല്ല് മണക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് ലൂസ് വേണം, ഉണങ്ങിയ പോലെ ആവരുത്. ഇതിനെല്ലാം കൂടി ഒന്ന് യോജിക്കുമ്പോൾ ഒത്ത ലൂസായിട്ട് വരും. ഇത് തുടക്കം നമ്മൾ ഒരു കഞ്ഞി വെച്ച പോലെന്നൊക്കെ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. ഇത് ചൂടാറുമ്പോൾ ഒത്തതായിട്ട് വരും. അങ്ങനെ വിജയകരമായിട്ട് ഞാൻ കുഞ്ഞിപ്പത്തിൽ ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പം എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കുക. ഇനി ഈ മോഡലല്ല, ഞാൻ വേറെ മോഡലാണ് ഉണ്ടാക്കുന്നത് വെച്ചാൽ അതും പറയണേ. പിന്നെ എൻ്റെ പ്രിയപ്പെട്ടവർ കൂടുതൽ പേരും ഫുഡ് ഉണ്ടാക്കുന്ന എക്സ്പെർട്ടാരാ, ഫുഡ് ഉണ്ടാക്കുന്നതിൽ കോട്ടിട്ട ആൾക്കാരാ. അവർക്ക് ചിലപ്പോൾ നിസ്സാരായിരിക്കും. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർക്ക് ഇത് ഒന്ന് ഉണ്ടാക്കി നോക്കാമെന്നൊക്കെ തോന്നും. ഇതാ ഇത്രേ ഉള്ളൂ എൻ്റെ സൂപ്പർ കുഞ്ഞിപ്പത്തിൽ. അങ്ങനെ കുഞ്ഞിപ്പത്തിൽ ഇവിടെ റെഡിയായി കഴിഞ്ഞു. തിന്നയിട്ടിൻ്റെ അമ്മോ വായിന്ന് വെള്ളം വരെന്ന് പറയൂലേ, നല്ല ടേസ്റ്റാ. അപ്പോൾ കുട്ടികളിലൊക്കെ ഒന്ന് ശ്രമിച്ച് നോക്കുക കേട്ടോ. പൊടിയൊക്കെ ഇപ്പം എല്ലാവരുടെ അടുത്തും ഉണ്ടാവുമല്ലോ. ബീഫിൻ്റെ കാര്യം പിന്നെ പറയണ്ട, ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇതാണ് എൻ്റെ കുഞ്ഞിപ്പത്തിൽ. ഇനി കോഴിയട ഉണ്ട്. ഇനി ആർക്കെങ്കിലും കോഴിയട അറിയാൻ താല്പര്യമുള്ളവരാണെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ കോഴിയട ഉണ്ടാക്കി തരും, കാണിച്ചു തരും. നാളെ കോഴിയട ആക്കാം. എന്താ ഇത്ര ഇട്ട് വെക്കുന്നേ ഉള്ളൂ, ഉള്ളിടണമെന്നില്ല. ഞങ്ങളെല്ലാവരും കൂടെ ഒന്ന് വട്ടറിഞ്ഞ് തിന്നാൻ നോക്കുക ഇല്ലേ. അപ്പോൾ എൻ്റെ കുഞ്ഞിപ്പത്തൽ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും സബും തന്നതിന് സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ എല്ലാവരും. അസ്സലാമു അലൈക്കും.